ഇതിപ്പോൾ മഴക്കാലമൊക്കെ ആയതുകൊണ്ട് ചെടികളൊക്കെ വെക്കാൻ പറ്റിയ സമയമാണ്. അപ്പോൾ നമ്മൾ ഇന്നലെ കുറച്ച് പുറത്തോട്ടൊക്കെ പോയപ്പോഴത്തേക്കിനും കുറച്ച് ചെടിയൊക്കെ മേടിച്ചു. ഇത് നേരത്തെ ഉണ്ടായിരുന്ന ചെടിയായിരുന്നു. അപ്പോൾ നമ്മുടെ വീടിൻ്റെ പുറകുവശത്ത് കുറച്ച് മണ്ണൊക്കെ ഇറക്കിയിട്ടുണ്ടായിരുന്നു ഈ ചെടി വെക്കാനായിട്ട്. അപ്പോൾ നമ്മളത് 3 സൈസ് 3 കളറിലെ റോസ മേടിച്ചായിരുന്നു. ഒരു റോസയ്ക്ക് 100 രൂപയായിരുന്നു. അപ്പോൾ ഒരെണ്ണം മേടിച്ചോളൂ. പിന്നെ ഈ ചെറിയ മുല്ല കണക്കത്തെ ഒരു ചെടി ഉണ്ടായിരുന്നു, ഞാൻ കാണിച്ചില്ല, എനിക്ക് അതിൻ്റെ പേരറിയില്ല, അതും മേടിച്ചു. അപ്പോൾ ആ ചേച്ചി 2 റോസ നമുക്ക് വെറുതെ തന്നാണേ, ചെറുതായിട്ടൊന്ന് വാടിയൊക്കെ കണക്കിരിക്കുന്നത്, അതും കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ ചാക്കിനകത്ത് മണ്ണൊക്കെ നിറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്തോട്ട് ഈ റോസയൊക്കെ ഇറക്കി വെക്കാമെന്ന് വിചാരിച്ചാൽ, ഇപ്പോൾ നമുക്ക് കുറച്ച് ഈ ഒരു മഴയുടെ സമയത്ത് ചെടിയൊക്കെ വെച്ചാൽ നമുക്ക് പെട്ടെന്ന് കിളുത്ത് വരുമല്ലോ. അപ്പം എന്നിട്ട് നമ്മൾ ആ റോസ കിട്ടിയ കവറൊക്കെ മാറിയിട്ട് ഈ ചാക്കിനകത്തോട്ട് അത് ഇറക്കി വെച്ച് കുറച്ച് വളം ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഈ ചാണകപ്പൊടി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെച്ച് അത് നമ്മൾ നിറച്ച് കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മൾ ചെറിയ മുല്ല കണക്ക് നിറച്ച് പൂക്കളൊക്കെ ഉണ്ടാവും, ഇതിൻ്റെ പേരെനിക്കറിയത്തില്ല. അതുമൊക്കെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പാത്രത്തിലോട്ട് മണ്ണ് നിറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് ചെറിയ നാരങ്ങ കണക്കത്തെ, ഓറഞ്ച് നാരങ്ങ എന്നാണ് പറയുന്നത്, നമുക്ക് വെള്ളമൊക്കെ പിഴിയുന്ന ടൈപ്പാണ്. അപ്പോൾ അതും മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വേറെ ഒരു കളർ, ഒരു ചുമല കളറ്, പിന്നെ ഒരു ഓറഞ്ച് കൂടി കളറും ഉണ്ടായിരുന്നു റോസ, അതും നമ്മൾ ചാക്കിനകത്തോട്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അങ്ങനെ 3 സൈസ് റോസ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതെല്ലാം നമ്മൾ ചാക്കിനകത്ത് വെക്കുമ്പോഴാണ് കുറച്ചുകൂടെ നന്നായിട്ട് കിളുത്ത് വരത്തുള്ളൂ. ചെറിയ ചെടിച്ചട്ടി വെച്ചാൽ അത് വേരിറങ്ങാനൊക്കെ പാടാണ്. പിന്നെ ഇതൊരു ലൈറ്റ് റോസയാണ്, അതും വെച്ച്. അപ്പം നമ്മൾ കുറച്ച് പച്ചക്കറിയൊക്കെ വെക്കണമെന്നുണ്ട്. അപ്പം പപ്പരയ്ക്ക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്, മുളക്, കാന്താരി, അതും പിന്നെ കറിവേപ്പില, അങ്ങനെയുള്ള കാര്യങ്ങളുമൊക്കെ നമ്മൾ സൈഡിലാക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പം ചെറിയ രീതിയിലുള്ള കൃഷിയാണിത്. നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പം നമ്മുടെ ചാനലൊന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ.